ഹലോ ഗൈസ്, ഹായ് ഗൈസ് ആൻഡ് ഹൗ ആർ യു? ഇറ്റ്സ് മീ വ്ളോഗർ ഗിത്തു ഹിയർ വിത്ത് അനദർ വീഡിയോ ഗൈസ്. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫുഡ് വ്ളോഗാണ്. അപ്പോൾ ഗൈസ്, വഴിയോരക്കടയിലെ ഒരു ബ്രാഞ്ചായിട്ട് പുളിമാത്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ചട്നി മാമി എന്നാണ് പേര്. ആ പേരിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് സംഭവം. ഞാനും ചേട്ടനും നോൺ വെജ് ആണ്, അതായത് വല്ലപ്പോഴുമാണ് നമ്മൾ വെജിറ്റേറിയൻ കഴിക്കുന്നത്. പക്ഷെ അച്ഛനും അമ്മയും പൂർണ്ണമായിട്ടും വെജിറ്റേറിയനാണ്. നമ്മൾ ഇന്ന് അവിടെ പോയി ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പുതുതായി തുടങ്ങിയ റെസ്റ്റോറൻ്റ് ആണ്. അവിടുത്തെ ഫുഡിൻ്റെ അതായത് ഫുഡൊക്കെ എങ്ങനെയാണ് എന്നെല്ലാം കഴിച്ചിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയാം, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഫുഡിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ പറയണ്ടേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പം നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ കാണും? ഏറെക്കുറെ നമ്മളവിടെ നിന്ന് റെസ്റ്റോറൻറ്റിലോട്ട് ഒരു 12 കിലോമീറ്റർ കാണും. അതായത് ഒരു ഏകദേശം 12 കിലോമീറ്റർ കാണും. അപ്പം നമ്മൾ രാത്രി കാറിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. ബാക്കി ഇനി അവിടെ ചെന്നിട്ട് കാണാം. നമുക്ക് റെസ്റ്റോറൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ മുക്കുന്നം ജംഗ്ഷനാണ്. നമ്മൾ അതായത് എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ പള്ളിമുക്ക് വന്നിട്ട് ആനപ്പാറ റൂട്ടില്ലേ, ആ വഴി കയറി നേരെ ഇനി വരിക. അതായത് മുക്കുന്നം ഇവിടെ നിന്ന് വന്നിട്ട് തൊളുക്കുഴി റൂട്ടിലേക്ക് വരിക. എന്നിട്ട് എക്സാക്ട് സ്ഥലം എവിടെയാണ്? ആ ഹോട്ടലിൻ്റെ പുളിമാത്താണ് എക്സാക്ട്. സ്ഥലത്തിന്റെ പേരെന്ന് പറയുമ്പോൾ ചപ്പിളിമുക്ക് എന്നാണ്. ഓക്കെ, അത് ഒരു എന്നെ സംബന്ധിച്ച് ഒരു പുതിയ അറിവാണ്. സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത്, ഞാൻ കളിയാക്കുമല്ല, സ്ഥലം എന്ന് പറയുന്നത് ചപ്പിളിമുക്ക് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അപ്പോൾ പള്ളിമുക്കെന്ന് തിരിഞ്ഞ് നമ്മൾ തൊളുക്കുഴിയിലോട്ട് വരുന്ന വഴി നിങ്ങളിപ്പോൾ കണ്ടത് മുക്കുന്ന ജംഗ്ഷൻ. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത്. ഇപ്പോൾ കാറിൽ പാട്ടിട്ടേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ആ പാട്ട് ഓഫ് ചെയ്തത്. എനിക്ക് കോപ്പിറൈറ്റ് വരും എന്ന് ഭയങ്കര പേടിയാണ്. കാരണം എൻ്റെ ഒരു വീഡിയോ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടും ഞാൻ ഒരു ലൈവ് വന്ന വീഡിയോ നമ്മൾ ഇടുക്കി പോയി, അതായത് മൂന്നാർ പോയ ഒരു വീഡിയോ ഞാൻ ലൈവ് വന്നിട്ടുണ്ട്. ആ വീഡിയോ നല്ല കിടിലം എടുത്തതായിരുന്നു. പോക്കോ M2 Pro എന്ന് പറയുന്ന അച്ഛൻ ആദ്യം വാങ്ങിച്ചു തന്ന എൻ്റെ ഡിവൈസ് 15,000 രൂപയ്ക്ക് വാങ്ങിച്ചു തന്നെയാണ്. ഞാൻ കരഞ്ഞു പിടിച്ചിട്ടാണ് അച്ഛൻ വാങ്ങിച്ചത്. അപ്പം ആ ഒരു ഡിവൈസിൽ കിടിലമായിട്ട് എടുത്ത ഒരു വ്ളോഗ് കാറിലെ സോങ് കാരണം കോപ്പിറൈറ്റ് വന്നു. കാരണമൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഹൈവേയിലോട്ട് പോകുന്നത്. അതായത് ഇതിലേക്കൂടെ ഉണ്ട്. നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഏറെക്കുറെ വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആണ്? ഇവിടെ നിന്ന് 3 കിലോമീറ്റർ. അപ്പം നമ്മൾ ഏകദേശം എത്താറായി. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ. അതായത് തൊട്ടടുത്താണ് കിളിമാനൂര്. വേറെ എന്തിനെങ്കിലും പ്രശസ്തമാണോ? അതെവിടെ ഇതാ തോണ്ടി ആ കാണുന്നതാണ് ബിവറേജ്. കണ്ടാ, അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഞാൻ അങ്ങനെ പറഞ്ഞ അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യാനാ? പക്ഷെ എനിക്കല്ലേ അറിയാവൂ, എനിക്ക് ഈ വക പരിപാടികളൊന്നും ഇല്ലെന്ന്. ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത്ര വണ്ടികളും ഇങ്ങോട്ടേക്ക് വേണ്ടി മാത്രം വന്നതാണ്. അങ്ങനെ കാണുന്ന ഒരു സെക്യൂരിറ്റി മാമൻ ചോദിക്കുന്നു. നല്ല ഒരു ആംബിയൻസ് പഴയ ഹോട്ടൽ എന്നുള്ളൊരു രീതി നോക്കുവാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉണ്ട്. സംഭവം ഈ സ്റ്റെപ്പിന്റെ ലൈറ്റ്സ് ആകണല്ലേ, സ്റ്റെപ്പിന്റെ ലൈറ്റ്സ് ഇതാണ്ട് മേലത്തെ നിലയൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാം. ഇനി നമുക്ക് കയറി അകത്തൂടെ ഒന്ന് കാണാം. ഓക്കെ, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരുണ്ട്. ഇനി വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ചേട്ടൻ്റെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടും. നമ്മൾ കയറി ചെല്ലുമ്പോഴേ ഇങ്ങനെയാണ് കേട്ടാ. ചട്നി മാമി എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുള്ള ഒരു സൂപ്പർ പടം, ഒരു നല്ല പടം. നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന അതാണ്. ഇവിടെ നിന്ന് നമ്മുടെ ലെഫ്റ്റ് കാണുന്ന ഡോറില്ലേ, അവിടെ നിന്നാണ് നമ്മൾ കയറി പോകുന്നത്. നമ്മൾ വന്നത് വൈകിപ്പോയി. അപ്പം കുറച്ച് നേരം പുറത്ത് നിൽക്കേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്മൾ നമ്പരും ഇതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 4 സീറ്റ് വേക്കൻ്റ് ആകുമ്പോൾ നമ്മളെ വിളിക്കും, ലോപ്പി വിളിക്കുന്നതാണ്. പിന്നെ ഈ റെസ്റ്റോറൻറ്റിൽ കാണാനായിട്ട് ഇങ്ങനെ
കുറേ ഫൗണ്ടെയിൻ അതുപോലെ കുറേ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ നടന്ന് കാണാം. അതിൻ്റെ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ നല്ല കിടിലം ബെഞ്ചുകളും, അതായത് നമുക്ക് പോയി നല്ല കിടിലം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല കിടിലം ബെഞ്ചുകൾ. സൂപ്പർ, നല്ല രസമാണ്. ഇവിടെ കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നു, കുറേ ആൾക്കാർ വെറുതെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തൊക്കെയാണ് ഈ ഒരു ആംബിയൻസ് ഉണ്ടാവും, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, വിഷയ സ്ഥലം. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ ഇവിടെയുണ്ട് പാർക്കിങ്, താഴെയുണ്ട് പാർക്കിങ്. എന്തോ ചേട്ടൻ എന്താ നടക്കുന്നുണ്ട, അല്ല ഇവിടെയുണ്ട്, പിന്നെ അതുപോലെ താഴെയുണ്ട് പാർക്കിംഗ് ഉണ്ടെന്നാണ്. നൈസ് സ്ഥലം കേട്ടോ. ഓക്കെ ഗായ്സ്, ഫോക്കസ് ആവുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ ഗായ്സ്, സത്യം പറഞ്ഞാൽ ഈ ഹോട്ടൽ എപ്പോഴും ഹോട്ടലിനെ വായിൽ വരുന്നത്, ഈ റെസ്റ്റോറൻ്റ് എന്ന് പറയുമ്പം ഒരു നല്ല കിടിലം, അതായത് നല്ല കിടിലം ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. സംഭവം 7 മണി മുതൽ 9 മണി വരെ ഇവിടെ ഉള്ളു. അതായത് 7 മണി മുതൽ 9 മണി വരെയാണ്, രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ. അതാണ് ഷോപ്പിൻ്റെ ടൈം, റെസ്റ്റോറൻറ്റിൻ്റെ ടൈം അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഈ ആംബിയൻസ്, ഇത്രയും കിടില ആംബിയൻസ് ഒക്കെ ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ എന്തായാലും അവർ കിട്ടില്ല ഫുഡായിരിക്കും തരുന്നത്. പക്ഷേ നമുക്ക് നോക്കാം, നമുക്ക് കഴിക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. കാരണം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നമ്പരൊക്കെ എഴുതിയെടുത്തില്ല. വലിയ വലിയ ഈ പാരഗൺ ഇതുപോലുള്ള ഹോട്ടലൊക്കെ ഇല്ലേ, അപ്പോൾ ആ ഹോട്ടലിലേക്ക് പോലെ നമ്മൾ ആ പേരും നമ്പരും ഒക്കെ എഴുതിയെടുത്ത് നൈസ്, കൊള്ളാം. നല്ല ഇവിടെ വന്ന ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറി വരുമ്പോഴേ കാണുന്നത് ഇതാണ്. എൻ്റെ പൊന്നോ, ഇത്രമാത്രം ആൾക്കാരുണ്ടാകും, ഞാൻ ഇതുപോലും വിചാരിച്ചില്ല. എൻ്റെ പൊന്നോ, നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടി, 4 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അതായത് വലിയ വലിയ റെസ്റ്റോറൻറ്റ്സ് പോലെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ഇതിൻ്റെ, അതായത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിൽ ഈ ടണലല്ല, ഈ ഒരു വലിയ ഇത് കാണുന്നത്, കുഴൽ പോലെ കാണുന്നതെന്ന് പറഞ്ഞാൽ AC ആണ്. പക്ഷേ കാര്യം അതിൽ വലിയ തണുപ്പൊന്നും വരുന്നതൊന്നുമില്ല. പിന്നെ അതോ ഇല്ല 5 ഇല്ല മുളക് അതിന് തൂക്കിയിട്ടേക്കുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ ഉടനെ പനീർ ബട്ടർ മസാല, പിന്നെ അതുപോലെ നാൻ, പിന്നെ ഇത് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം ഈ പനീർ ബട്ടർ മസാലയും നാനും എൻ്റെ പൊന്നോ വിഷയ സാധനം തന്നെ. അപ്പം ചേട്ടൻ വെറൈറ്റി ആയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതെ ചേട്ടൻ അപ്പം പൂരിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഇല്ല ഒരുമാതിരി ഇല്ല മറ്റേ ചുട്ട് പൊളിച്ചെടുക്കൂല്ലേ, അതിൻ്റെ വലിയ ഐറ്റം. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പം നമുക്ക് രണ്ടാമത് വിശന്നു. അപ്പോൾ ഒന്നുകൂടെ നെയ് റോസ്റ്റ് ഒന്ന് വാങ്ങിച്ചു. നെയ് റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് കഴിച്ചു നോക്കിയിട്ട് പറയുന്നില്ല നല്ലത്, വീട്ടിൽ പോയിട്ട് പറയാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഫുഡ് എങ്ങനെയുണ്ട്, അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, അതിന് മുമ്പേ ഞാൻ ഒരു ട്വിസ്റ്റ് പറഞ്ഞുതരാം. അതായത് ഇപ്പം നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെയാണ് പോയത്. ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഏകദേശം നല്ല സമയമായി. അങ്ങനെ ഇപ്പം ഏകദേശം ഉച്ച സമയത്ത് താണ്ട നെത്തോലി, ബീട്രൂട്ട്, പിന്നെ മാങ്ങ, ഇവിടെയും ബീട്രൂട്ട്, നെത്തോലി, രസം, ചോറ്. അതായത് ഇപ്പോൾ കണ്ടല്ലോ ഉച്ച സമയമാണ്. ഇപ്പോഴാണ് ഞാൻ പറയുന്നത്. അതായത് ഫുഡ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ സംഭവം ഒരു 10-ൽ 6 അല്ലെങ്കിൽ ഒരു 6.5 ഇല്ല, ഒരു 6 കൊടുക്കാൻ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ എനിക്ക് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ, പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ നാനും ബട്ടർ മസാലയും സൂപ്പർ ടേസ്റ്റ്, അന്യായ ടേസ്റ്റ്, ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പക്ഷേ ബാക്കി നമ്മൾ ഓർഡർ ചെയ്ത നെയ് റോസ്റ്റ് ആയാലും പിന്നെ ഇല്ല വലിയ വലിയ പൂരി നിങ്ങൾ കണ്ടല്ലോ, അതായാലും ഇതൊരു ദട്ടൂരിയ അങ്ങനെ എന്തോ സാധനം ഇല്ലേ ആ സാധനം, പിന്നെ പ്ലെയിൻ ദോശയൊക്കെ നോർമൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ വലിയ ഇതില്ല, മീൻസ് എന്തൊക്കെയോ എവിടെയൊക്കെയോ മിസ്സിങ് പോലെ, അറിയത്തില്ല എന്തെന്ന്. പക്ഷെ അതായത് വഴിയോരക്കട അവിടുത്തെ ഫുഡാണ് നൈസ് ഇത് വെച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ നല്ല ആളുണ്ട്, നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവിടുത്തെ ഫുഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ അത്രയും അങ്ങോട്ട് എത്തിയിട്ടില്ല. വെറൈറ്റീസ് പലതരം ഉണ്ടെങ്കിലും പക്ഷേ ടേസ്റ്റ് അത്ര അങ്ങോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, എനിവേ ഞാൻ എൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കൊക്കെ.